ഹായ് ഫ്രണ്ട്സ്, ഒരു കഥ കേട്ടാലോ? ഡോക്ടർ പി കെ മഹാനന്ദിയയുടെ യാത്ര. ഒഡീഷയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് പി കെ മഹാനന്ദിയ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടതിനാൽ അനവധി അവഹേളനങ്ങൾ നേരിട്ടു. പക്ഷേ കലാരംഗത്തുള്ള കഴിവ് അദ്ദേഹത്തെ മുന്നോട്ടു നയിച്ചു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ ആർട്ട് കോളേജിൽ പഠിക്കാനായി പോയി. 1970-കളിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനായി മാറിയത്. ഒരു ദിവസം ഒരു സ്വീഡിഷ് യുവതി ഷാർലോട്ട് വോൺ ഷീഡിൽ അദ്ദേഹത്തെ കാണാനായി ഡൽഹിയിലെത്തിയിരുന്നു, തന്റെ ചിത്രപോർട്രെയ്റ്റ് വരയ്ക്കാനായി. മഹാനന്ദിയ അവളുടെ മുഖം വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലായി, ഇതാണ് തന്റെ വിധി. കാരണം ബാല്യത്തിൽ തന്നെ ഒരു ജ്യോതിഷി പറഞ്ഞിരുന്നു, നീ ഒരു വിദേശ യുവതിയെ വിവാഹം കഴിക്കും. അവൾ കാടുകൾ നിറഞ്ഞ ദൂരദേശത്ത് നിന്നു വരൂ, സംഗീതം ഇഷ്ടപ്പെടുന്നവളായിരിക്കും. അവന്റെ മുന്നിൽ നിൽക്കുന്ന ഷാർലോട്ട് ആ പ്രവചനം പോലെ തന്നെയായിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലായി. പക്ഷേ ഷാർലോട്ടിന് തിരിച്ചു പോകേണ്ടി വന്നു. അവൾ സ്വീഡനിൽ നിന്നവളായിരുന്നു. അപ്പോൾ മഹാനന്ദിയയ്ക്ക് പണമൊന്നുമില്ലായിരുന്നു. വിമാന ടിക്കറ്റ് വാങ്ങാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ പ്രണയം വലുതായിരുന്നു. അതിനാൽ അവൻ ഒരു തീരുമാനമെടുത്തു. സൈക്കിളിൽ കയറി ഇന്ത്യയിൽ നിന്ന് സ്വീഡൻ വരെ പോകുക. 1978-ൽ അദ്ദേഹം സൈക്കിളിൽ യാത്ര തുടങ്ങി. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ടർക്കി, യൂറോപ്പ്, ഒടുവിൽ സ്വീഡൻ. 4 മാസം 22 ദിവസമെടുത്ത യാത്രയിൽ അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ടു. അവസാനം അദ്ദേഹം സ്വീഡനിലെത്തിയപ്പോൾ ഷാർലോട്ട് അവനെ കാത്തിരിക്കുകയായിരുന്നു. ഇരുവരും വിവാഹിതരായി. ഇന്ന് അവർ സ്വീഡനിൽ താമസിക്കുന്നു.